പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോറപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് 1912 അബ്ദുൽ മിശിഹായുടെ കൂടെ വന്ന 2 റബ്ബാന്മാരെ പറ്റി ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇടയനാലച്ചനാണ് ഞാൻ പറഞ്ഞ ഈ വിഷയത്തെപ്പറ്റി പറയുന്നത്. അത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അച്ഛനൊരു മറുപടിയായിട്ടാണെന്ന് പറയുന്നത്. നമുക്കറിയാം, അബ്ദുൽ മിശിഹ മുടക്കപ്പെട്ട പാത്രിയാർക്കീസാണ്. വിശദീകരണം ആവശ്യമില്ല. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ 2 റബ്ബാന്മാരെ പാത്രിയാർക്ക് ആസ്ഥാനത്ത് തന്നെ അയച്ചതാണ്. അപ്പോൾ 2 റബ്ബാന്മാരെ പാത്രിയാർക്കീസ് ആസ്ഥാനത്ത് നിന്ന് അയച്ചപ്പോൾ അദ്ദേഹം മുടക്കപ്പെട്ടവനല്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 2 റബ്ബാന്മാരെ അയച്ചത് ഇദ്ദേഹം മലങ്കരയിലേക്ക് പോകുന്നത് കാതോലിക്ക സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോൾ ഈ റബ്ബാന്മാരെ വിട്ടത് ഇദ്ദേഹത്തെ ഉപദേശിച്ച് ആ സംരംഭത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോദിക്കും, മുടക്കപ്പെട്ട അബ്ദുൽ മിശിഹായെ പറ്റി നിങ്ങൾ പേടിക്കുന്നതിനാ? അതിന് സാധുതയില്ലല്ലോ കൊടുത്താലും. പക്ഷെ അങ്ങനെയല്ല. സത്യവിശ്വാസത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കാത്ത മെത്രാകക്ഷിക്കാർ കുശ്ചിത മാർഗത്തിൽ കൂടിയും കുതന്ത്രങ്ങളിൽ കൂടിയും സത്യവിശ്വാസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാതോലിക്കേറ്റ് അവിടെ സ്ഥാപിച്ച്, ഞങ്ങൾക്ക് കാതോലിക്കേറ്റ് കിട്ടി, തിഗ്രീസിലെ കാതോലിക്കേറ്റാണ് ഇങ്ങോട്ടേക്ക് മാറ്റി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നൊക്കെ വീരവാദം മുഴക്കി സഭയിൽ പിളർപ്പുണ്ടാക്കും, ഭിന്നിപ്പുണ്ടാക്കും, തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അധികാരത്തിനും പണത്തിനും സ്വത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടമായി മെത്രാകക്ഷിക്കാർ തീരും. അത് മുൻകൂട്ടി പത്രിക സ്വഭാവം കണ്ടു. അതുകൊണ്ട് ഈ സംരംഭത്തിൽ നിന്ന് അവർ ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കണം. പേടിപ്പിച്ചാലും വേണ്ടില്ല, അക്രമമൊന്നും ചെയ്യരുത്. അങ്ങനെയാണ് അവർ പറഞ്ഞു വിട്ടത്. അവർ പിന്നെ മെത്രാന്മാരായി. അബ്ദുള്ള പത്രിക സ്വഭാവയുടെ കൂടെ വന്ന റബ്ബാന്മാരും മെത്രാന്മാരായി. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എന്തു പറഞ്ഞിട്ടും അദ്ദേഹം ഞാൻ കാതോലിക്ക സ്ഥാനം കൊടുക്കുമെന്ന് പറഞ്ഞു. അവസാനം ഭീഷണിപ്പെടുത്തി. അപ്പോൾ അദ്ദേഹത്തിനായ ഭയമായി. ഉടനെ അദ്ദേഹം മലങ്കരയിൽ വന്നു. അദ്ദേഹത്തിന് മുറിയിൽ കഥ കടച്ചവിടെ ഇരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് കഥ തുറക്കത്തില്ല. അവസാനം PT ഗീവറീസ് അച്ഛൻ, അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്ത് ഇവിടെ കൊണ്ടുവരാനായിട്ട്. മുൻകൈ അതിനു മുമ്പ് മത്തായി ശമാശൻ, അതായത് പിന്നീട് കാതോലിക്കയായ നമ്മുടെ ഔഗേൻ ബാവ അവിടെ ശമാശനായിരിക്കുമ്പോൾ മലങ്കരയിലേക്കുള്ളവർക്ക് ഉറപ്പെടുത്തിട്ടുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, അബ്ദുൽ മിശിഹ അദ്വൈതയുടെ പാത്രികീസ് ആയിരുന്നു, ഇപ്പോൾ മുടക്കപ്പെട്ടവരാണെങ്കിൽ കൂടിയും നമുക്ക് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി ഈ കാതോലിക്ക സ്ഥാനം സ്ഥാപിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹവും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. PT ഗീവറീസ് അച്ഛനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് രാവിലെ കഥ തുറക്കൂല ആരും കൂട്ടിയാലും. പിന്നെ PT ഗീവറീസ് അച്ഛൻ ചെന്നാണ് വാതിൽ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 റബ്ബാന്മാർ എൻ്റെ കൂടെ വന്നവർ എന്നെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്, ചിലപ്പോൾ കടലിൽ തള്ളിയിടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരെ ഭയമാണ്, അതുകൊണ്ട് തരാൻ പറ്റില്ലെന്ന്.
കാതോലിക സ്ഥാനം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട, അങ്ങ് പേടിക്കണ്ട, അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാതോലിക്ക സ്ഥാനം കൊടുത്തോ ഇല്ല എന്നുള്ളത് നമുക്ക് വിഷയമല്ല, കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ, നമ്മളത് അംഗീകരിക്കുന്നില്ല. പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞത്, അതായത് സത്യവിശ്വാസം മാറ്റി നിർത്തി എന്തും ചെയ്യാൻ മടിയില്ലാത്ത മെത്രാൻ കക്ഷിക്കാരെ ഇന്നും ആ കാതോലിക്ക സ്ഥാനം ഞങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് ഇന്ന് വീരവാദം മുഴക്കി സഭയിൽ ഭിന്നിപ്പുണ്ടാക്കിയിരിക്കുകയല്ലേ? അപ്പം അന്ന് ആലോചിച്ചത് ശരിയല്ലേ? അതുകൊണ്ടാണ് പിന്തിരിപ്പിക്കാൻ നോക്കിയത്. ഈ PT ഗൗരീശൻ പിന്നെ അദ്ദേഹത്തിന് തോന്നി ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല, ഈ കാതോലിക്ക സ്ഥാനത്തിന് യാതൊരു വിലയുമില്ല, സാധുതയുമില്ല, വാലിഡ് അല്ല എന്ന് അദ്ദേഹത്തിന് സ്വയം തോന്നുകയും പിന്നെ തിരിച്ച് ഭാവകക്ഷിയിലേക്ക് വരാൻ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം. അങ്ങനെ അദ്ദേഹം മലങ്കര കത്തോലിക്ക സഭയിലേക്ക് പോയി പട്ടമേറ്റ് ഇപ്പോൾ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് മറ്റായിരിക്കുകയാണ്. എങ്ങനെയായാലും അദ്ദേഹം പോയത് ഒരു അപ്പോസ്തോലിക സഭയിലേക്കാണ്, അത് സംശയിക്കേണ്ട കാര്യമില്ല. ഈ മെത്രാൻ കക്ഷിക്കാരെക്കാൾ ഭേദമല്ലേ അപ്പോസ്തോലിക സഭയിലേക്ക് പോയത്? വളരെ ബുദ്ധിപൂർവ്വമല്ല അദ്ദേഹം അത് ചെയ്തത്. പിന്നെ തിരിച്ചു പോകുന്ന വഴി റബ്ബാന്മാരെ വേറൊരു കപ്പലിലും അബ്ദുൽ മിശിഹായ മറ്റൊരു കപ്പലിലുമാണ് PT ഗൗരീശൻ ഉത്തരവാദിത്വം എടുത്ത് തിരിച്ചയച്ചത്. അതിനു മുമ്പ് ഇദ്ദേഹത്തിന് ഒത്തിരി പണം കൊടുക്കാമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നതൊക്കെ പറയുന്നു. കൊടുത്തില്ലെന്ന് നമുക്കറിയില്ല. ആ പണത്തിന് വേണ്ടിയിട്ട് അവിടെ പിടിയും വലിയൊക്കെ ഉണ്ടായെന്നാണ് മത്തായിച്ചൻ പറയുന്നത്. കാരണം ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ആണ് പാത്രിയാർക്കീസ് ബാവ അയച്ചത് ഈ റബ്ബാന്മാരെ. പക്ഷെ ഇദ്ദേഹം പട്ടം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വണ്ടിക്കൂലി കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്, ന്യായയുടെ കപ്പൽ കൂലിയായി. പട്ടം കൊടുത്തല്ലേ നമുക്ക് വിഷയമല്ല. അത് കൊടുക്കാതിരുന്നെങ്കിലും പിന്നെയും പൈസ ഒന്നും ചോദിക്കില്ല. അപ്പോൾ റബ്ബാന്മാർ പൈസ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു 10 ഉറുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പൈസ കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ആയി തിരിച്ചു. അപ്പോൾ പിന്നെ അച്ഛൻ പറയുന്നത് അന്ത്യോക്യ പാത്രിയാർക്കീസിന് മാത്രമേ പണം പട്ടത്ത് തലവരും ഉള്ളൂ, ശ്ലൈഹിക തലവരും ഒഴുകുകയുള്ളൂ എന്നൊക്കെയാണ് പാത്രിയാർക്കീസ് പക്ഷക്കാർ പറയുന്നത്. അതിലൊന്നും യാതൊരു അർത്ഥമില്ല. അച്ഛൻ ആദ്യം പട്ടം സ്വീകരിച്ച് കോർവിയോ പട്ടം സ്വീകരിച്ച് ആരുടെ കയ്യിൽ നിന്നാണ്? ഭാവകക്ഷിയിൽ നിന്നല്ലേ. പിന്നെ അച്ഛൻ മെത്രാൻ കക്ഷിയിലേക്ക് പോയപ്പോൾ ഈ പട്ടത്വം മായ്ച്ചളഞ്ഞിട്ടാണോ അവിടെ ഏറ്റത്? തന്നെയല്ല, വട്ടശ്ശേരി തിരുമേനി അബ്ദുള്ള പാത്രിയാർക്കീസിന്റെ അടുക്കൽ ചെന്നാണ് മെത്രാൻ പട്ടം സ്വീകരിച്ചത്. എന്ത് അബ്ദുൽ മിശിഹായുടെ അടുത്ത് പോയത്? വാലിഡല്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. മനസ്സിലാണോ? അപ്പോൾ ഇടയനാഴ്ചനേക്കാൾ വളരെ ബുദ്ധിയുണ്ട് ഈ വട്ടശ്ശേരി തിരുമേനിക്ക്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചു പോകും. അദ്ദേഹം എപ്പോഴും അന്ത്യോക്യ പാത്രിയാർക്കീസിനോടും അവിടുത്തെ നൽവരത്തോടും കൂറ് വിധേയത്വമൊക്കെ ഉള്ളവരാണ് ആയിരുന്നു. അപ്പോൾ ആ വിവരമെങ്കിലും അച്ഛൻ മനസ്സിലാക്കണം. അന്ത്യോക്യ പാത്രിയാർക്കീസിന് മാത്രമേ ആത്മീയ നിലവരും പട്ടത്ത് നിലവരും പൗരോഹിക നിലവരും ഒഴുകുകയുള്ളൂ. പിന്നെ അച്ഛൻ പറഞ്ഞു, ശീമയെന്ന് പറഞ്ഞവർക്ക് തൊലി വെളുത്താണ്, അതുകൊണ്ട് അവർക്ക് ഒരു ഐശ്വര്യമുണ്ട്. ഇടയിലുള്ള അച്ഛൻ ഐശ്വര്യമില്ലേ, നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞു. ആളുകളൊക്കെ ചിരിച്ചു. പക്ഷെ അച്ഛനെ കളിയാക്കിയ ആളുകൾ ചിരിച്ചതെന്ന് അച്ഛൻ മനസ്സിലാവില്ല. അച്ഛൻ പറഞ്ഞ വേറൊരു ഉദാഹരണം എന്താണെന്ന് അച്ഛൻ ഓർക്കണത്, അവരെപ്പോഴും പരദീസായിലെ പഴം നിന്നാണ് ജീവിക്കുന്നതെന്ന്. പണ്ട് ആദമ പോയി പഴന്നതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ അനുഭവിക്കരുതെന്ന് അച്ഛൻ പറയുന്നു.
അച്ഛൻ ഒരു കാര്യം കൂടെ എനിക്ക് കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദമോ ഹവ്വയും പാപം ചെയ്തത്, ആദാമ്യ പാപം കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി ഇല്ലാതാക്കപ്പെട്ടു. അത് മാമോദീസായിൽ നമുക്കത് കിട്ടുകയാണ്. ഞങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അച്ഛനിപ്പോഴും ആദാമ്യ പാപത്തിൽ നിൽക്കുകയാണെന്നല്ല അച്ഛൻ അതിൻ്റെ അർത്ഥം. അച്ഛൻ ഇങ്ങനെ ഓരോന്നും പുലമ്പുന്നത് വല്ലതും മനസ്സിലാക്കിയിട്ടാണോ? കാനോനിക കാതോലിക്കായുടെ ആ പ്രാഭവും പ്രൗഢിയും ഐശ്വര്യവും ഒന്നും കാനോനികമല്ലാതെ അവരോധിക്കപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന കാതോലിക്കയ്ക്ക് ഒരു കാതോലിക്കയ്ക്ക് കിട്ടൂല. കാതോലിക്കല്ല. കൂതായ കാനോൻ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ നിങ്ങൾ 34 ഭരണഘടന ഉണ്ടാക്കിയത്. അതിലെന്തെങ്കിലും ഒരു അർത്ഥമില്ല അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ ആദ്യം ഇതും പറഞ്ഞ് ജനങ്ങളെ ചിരിച്ചുകൊണ്ട് കാര്യമില്ല. സത്യം അറിയണം. അച്ഛനിപ്പോഴും എത്ര കക്ഷിയിൽ ഇത് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങോട്ട് പോരെ ഞങ്ങൾ സ്വീകരിച്ചോളാം. പക്ഷെ സ്വീകരിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അച്ഛന് വരാനും ബുദ്ധിമുട്ടുണ്ടാവും. സത്യം എന്താണെന്ന് അച്ഛനറിയാം. ആ സത്യത്തിൻ്റെ പട്ടത്വം അച്ഛന് ആദ്യം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മഹിമ ഇപ്പം അച്ഛൻ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4 പട്ടം അച്ഛന് കിട്ടി. 5ാമത്തെ പട്ടം 4 ഒഴിവാക്കിക്കൊണ്ട് 5 എങ്ങനെ വെച്ചോ മേടിക്കണേ? അത് ഒഴിവാക്കാൻ ആർക്കും ധൈര്യമില്ല വെച്ചോ. പാത്രീസിൻ്റെ പട്ടത്തോട്. അപ്പോൾ 4 മാറ്റിയിട്ട് 5 മുതൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ വെച്ചോ? അച്ഛനിപ്പോൾ പട്ടത്തുണ്ടോ? അങ്ങനെ പോലും ആളുകൾ സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഈ റഹ്മാന്മാരെ വിട്ടത് അബ്ദുൽ മിശിഹായെ ഒന്ന് പേടിപ്പിക്കാൻ തന്നെയാണ്. അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പി ടി ശാമോലച്ചൻ മൂലം അതങ്ങനെയായി. അത് അച്ഛൻ മനസ്സിലാക്കണം. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. സത്യവിശ്വാസം മറികടന്നുകൊണ്ട് ഇവിടെ തിഗ്രീസിലെ കാതോലിക്കക്കാർ ഇവിടെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാർത്തോമാശ്രീയയ്ക്ക് സിംഹാസനമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പല പ്രാവശ്യം മൃതമുണ്ടെന്ന് ഒരു കാര്യമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.